സബ് അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിലെ യൂണിറ്റ് 10 വരുന്ന റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്നാണ്. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ നമ്മളിപ്പോൾ തന്നെ ക്യാപിറ്റൽ, അതായത് ക്യാമൽസ് റേറ്റിംഗ് ആണ് പഠിച്ചത്. ഇനി എന്താണ് ക്യാപിറ്റൽ അഡിക്വൻസി റേഷ്യോ? ഈ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോനെ തന്നെ നമ്മൾ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എന്നും പറയും. എന്താണ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എന്നും പറയും ക്യാപിറ്റൽ അഡിക്വൻസി റേഷ്യോ. Capital adequacy ratio is also known as capital to risk weighted asset ratio. CRAR എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഈസ് ദ മെഷർമെന്റ് റേഷ്യോ ദാറ്റ് അസസസ് ദി എബിലിറ്റി ഓഫ് ബാങ്ക്സ് ടു അബ്സോർബ് ലോസസ്. ഇറ്റ് സ്റ്റാൻഡർഡൈസസ് the bank's abilities to pay off its liabilities, tackle credit and operational risk. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? സ്ട്രെങ്ത്തും വീക്ക്നെസ്. ക്യാമൽസ് റേറ്റിംഗ് എന്താണ് പറഞ്ഞത്? സ്ട്രെങ്ത്തും വീക്ക്നെസ് ആണ് നോക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ നോക്കുന്നത് അവരുടെ നഷ്ട സാധ്യതകളെ, ഒരു നഷ്ടത്തെ എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും, ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അവയെ എങ്ങനെ അബ്സോർബ് ചെയ്യാൻ കഴിയും എന്നുള്ളത്, അവരുടെ ആ കഴിവിനെയാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റേത് അങ്ങനെ എന്തെങ്കിലും വന്നാൽ അതിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, അതിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത്, അല്ലെങ്കിൽ അവർ എത്രത്തോളം ദുർബലരാണ്, എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്നാണ് ക്യാമൽസ് റേറ്റിംഗിൽ പഠിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നഷ്ടത്തെ എത്രത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ? ഒരു ബാങ്കിന് അതിന് നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ നഷ്ടത്തെ എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ പറ്റും, ആ നഷ്ടത്തെ എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ കഴിയും, അതിനുള്ള എത്രത്തോളം കഴിവുണ്ടെന്നാണ് നമ്മൾ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It standardizes the bank's abilities to pay off its liabilities, tackle credit and operational risk. എന്താണ്? അതായത് നമ്മൾ എന്താ പറയുന്ന വെച്ചാല് ലയബിലിറ്റിയിൽ അതിന്റെ ബാധ്യതകള്, ആ ബാധ്യതകളെ എങ്ങനെ അവർക്ക് കൂടുതൽ ബാധ്യതകൾ വന്നാൽ എങ്ങനെ അബ്സോർബ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ക്രെഡിറ്റ് വായ്പകളെ, അതുപോലെ ഓപ്പറേഷണൽ റിസ്കുകളെ, ഇതിനൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ, എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. അപ്പൊ എന്തൊക്കെ റിസ്ക് ആണ്? ക്രെഡിറ്റ് റിസ്ക് പറയുന്നുണ്ട്, അതുപോലെ ലയബിലിറ്റികൾ വരുന്നതിന് പറയുന്നുണ്ട്, ഓപ്പറേഷൻ റിസ്കുകൾ. ഇങ്ങനെയുള്ള റിസ്കുകളെ എത്രത്തോളം ടാക്കിൾ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കുന്നതാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, നമ്മളെ കയ്യിൽ എപ്പോഴും ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. പക്ഷെ ആ ക്യാപിറ്റൽ നമ്മൾക്ക് വർക്കിംഗ് ക്യാപിറ്റലായി പോവുകയാണെങ്കിൽ, എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. നമ്മളിങ്ങനെ ഡെയിലി റുട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്നായിരിക്കും ഒരു പാനിക്, എന്താ പറയാ, നമ്മളിപ്പോ പറയാ എന്താ, എന്നാ പറയാ, ഇപ്പൊ ഇപ്പൊ കൊറോണ വന്ന ആ സമയത്ത് ഏതൊരു സ്ഥാപനം, ഫിനാൻഷ്യൽ സ്ഥാപനം ആയിക്കോട്ടെ, ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ, ഒരു ഫാമിലി ലൈഫ് തന്നെ തരണം പറഞ്ഞൊരു അവസ്ഥയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എങ്ങനെ ഓവർകം ചെയ്യും? അവര് വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ, അവർക്ക് ഓരോ ദിവസത്തെ വർക്കുകൾ ചെയ്യാൻ മാത്രം പറ്റുന്നുള്ളെങ്കിൽ അവർക്കത് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും. അതിനു വേണ്ടി അവരെന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതിനെ അവരെങ്ങനെ ടാക്കിൾ ചെയ്യും? അതാണ് ഈ ക്യാപിറ്റൽ അഡിക്വൻസി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഇപ്പൊ പ്രധാനപ്പെട്ട കുറെ ഉദാഹരണങ്ങളുണ്ട് നമ്മളെ മുന്നിൽ തന്നെ. 2012 എന്താണ് പ്രളയം വന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രളയം. പിന്നെന്താണ് കൊറോണ വന്നു. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഇവിടുത്തെ വയനാട് ഇഷ്യൂ, ആ ഭാഗത്തെ ബാങ്കുകളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല്, അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല കേട്ടോ, ബാങ്കിന് പെട്ടെന്നൊരു നഷ്ടം വരുന്നു, ബാക്കി അങ്ങനെ എന്ത് നഷ്ടസാധ്യതകൾ വന്നു കഴിഞ്ഞാലും എങ്ങനെ അവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ, ആ ലോസിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ആ എബിലിറ്റിയെയാണ് നമ്മൾ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് capital adequacy ratio is the measurement ratio that assesses the ability of the banks to absorb losses. It standardizes the bank's abilities to pay off its liabilities, tackle credit and operational risk. The central bank sets the bar on the required number that the CAR must show, thereby helping banks analyze their
കൊമേഴ്സ്യൽ ലീവറേജ്. CAR എന്ന് വെച്ചാൽ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്നാണ് കേട്ടോ. അതായത് സെൻട്രൽ ബാങ്കുകൾ ഉണ്ടല്ലോ, ഈ സെൻട്രൽ ബാങ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു മെഷർമെന്റ്, ഒരു റേറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് എന്താണ് ഈ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോക്ക് വേണ്ടിയിട്ട് റേറ്റ് തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ബാങ്കുകൾ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി എത്രത്തോളം അവരത് കരുതലുകൾ സൂക്ഷിക്കണം എന്നുള്ള റേഷ്യോ സെൻട്രൽ ബാങ്ക് റെഡിയാക്കിയിട്ടുണ്ട്. The central bank sets the bar on the required number that the CAR must show, thereby helping banks analyze their commercial leverage. Central banks set the bar on the required number that the capital adequacy ratio must show, thereby helping banks analyze their commercial leverage. ഒരു ബാങ്കുകളുടെ വാണിജ്യപരമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഫണ്ട്, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലാത്തൊരു ക്യാപിറ്റൽ മാറ്റി വെക്കണമല്ലോ, അതൊരു സെൻട്രൽ ബാങ്ക് തന്നെ അതിനുള്ള റേഷ്യോ അനലൈസ് ചെയ്ത് അതിനൊരു കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതായത് സെൻട്രൽ ബാങ്കുകള് ഈ ക്യാപിറ്റൽ അഡിക്വൻസി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റേഷ്യോ, അതിന് വേണ്ടി ഇത്ര പെർസെന്റേജ് മാറ്റണം എന്നുള്ളൊരു ബാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. Capital adequacy ratio measures the ratio of two tiers capitals. Capital adequacy ratio എന്ന് പറയുന്നത് രണ്ട് ടയർ, ടു ടയർ ക്യാപിറ്റൽസ് രണ്ട് രീതിയിലാണത് തരംതിരിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിൽ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ആ രണ്ട് രീതിയിലേക്കുള്ള മെഷർമെന്റുകളാണ് റെഡിയാക്കുന്നത്. ടയർ വൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ that absorbs the risk during the working of the capital. എന്താണ്, നമ്മളൊരു ഫിനാൻഷ്യൽ സ്ഥാപനം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊറോണ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ വരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ടയർ വൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ടയർ വൺ ക്യാപിറ്റൽ എന്താണ്, ദാറ്റ് അബ്സോർബ്സ് ദി റിസ്ക് ഡ്യൂറിങ് ദ വർക്കിംഗ് ഓഫ് ദ ബാങ്ക്. ഒരു ബാങ്ക് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള റിസ്കുകൾ ഉണ്ടല്ലോ, ആ സമയത്ത് വരുന്ന നഷ്ടസാധ്യതകൾ, ആ റിസ്ക് മുഖേന ഉണ്ടാവുന്ന നഷ്ടസാധ്യതകളെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ടയർ വൺ ക്യാപിറ്റൽ. ടയർ ടു ക്യാപിറ്റൽ എന്താണ്, ദാറ്റ് അബ്സോർബ്സ് ലോസസ് ഡ്യൂറിങ് ഇറ്റ്സ് ലിക്വിഡേഷൻ സോ ആസ് ടു പ്രൊവൈഡ് നെസസറി കോമ്പൻസേഷൻ ടു ദി കസ്റ്റമേഴ്സ് ഓഫ് ദി ബാങ്ക്. അതായത് ടയർ ടു ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, നഷ്ടങ്ങൾ എപ്പോഴും നഷ്ടങ്ങൾ ലിക്വിഡേഷൻ സമയത്ത് ബാങ്ക് അടച്ചുപൂട്ടുന്ന സമയത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കണ്ടേ, അതിനു വേണ്ടി എത്രത്തോളം മാറ്റി വെക്കണം, അതാണ് ടയർ ടു ക്യാപിറ്റൽ പറയുന്നത്. ടയർ ടു ക്യാപിറ്റൽ എന്താണ്, ലിക്വിഡേഷൻ സമയത്ത് കസ്റ്റമേഴ്സിന് അവരുടെ ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അവരുടെ കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ടയർ ടു ക്യാപിറ്റലായിട്ട് മാറ്റിവെക്കുന്നത്. Tier 2 capital that absorbs losses during its liquidation so as to provide necessary compensation to the customers of the bank. At the time of winding up of the company, the depositors' assets are more important than the company's own finances. അതായത് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് സ്വന്തമായിട്ടുള്ള ഡെപ്പോസിറ്റേഴ്സിന്റെ അസറ്റ്, അതായത് ഒരു ബാങ്കിങ് കമ്പനിയുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്റെ അവരുടെ അസറ്റിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഡെപ്പോസിറ്റേഴ്സിന്റെ അസറ്റുകളാണ്. At the time of winding up of the company, the depositors' assets are more important than the company's own finances. കമ്പനിയുടെ സ്വന്തം ഫിനാൻസിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അവരുടെ ഡെപ്പോസിറ്റേഴ്സിന്റെ അസറ്റിനാണ്. Capital adequacy ratio ensures that a layer of safety is present for the bank to manage its own risk-weighted assets before it can manage its depositors' asset. നമ്മൾ ഈ പറഞ്ഞ സെയിം തന്നെയാണ് കേട്ടോ. കൂടുതൽ റിസ്ക് അല്ലെങ്കിൽ വെയിറ്റേജ് കൊടുക്കുന്നത് അവരുടെ ഡെപ്പോസിറ്റേഴ്സിന് അസറ്റിനാണ്. The new rules suggest the amount of capital needed depends on the credit rating of the customer. പുതിയ റൂൾ അനുസരിച്ച് ക്യാപിറ്റൽ എത്രത്തോളം വേണമെന്ന് ക്രെഡിറ്റ് റേറ്റ് അനുസരിച്ച് അതിന്റെ കസ്റ്റമറുടെ ആ റേറ്റിംഗ് അനുസരിച്ചാണ് അവരുടെ എത്രത്തോളം ക്യാപിറ്റലാണ് മാറ്റിവെക്കുന്നതൊക്കെ നോക്കുന്നത്. CRAR is the acronym for capital to risk weighted assets ratio, a standard metric to measure balance sheet strength of the banks. ഒരു ബാലൻസ് ഷീറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ബാലൻസ് ഷീറ്റിനനുസരിച്ചിട്ടാണ് മാറ്റുന്നത്. അതൊരു മെഷർമെന്റ് ഉണ്ട്, അതനുസരിച്ച് ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് അത് മാറ്റാണ് ചെയ്യുന്നത്.
The old rules mandate banks to back every ₹100 of commercial loans with ₹9 of capital, irrespective of the nature of these loans. പണ്ടത്തെ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു 100 രൂപയ്ക്കും 9 രൂപ ക്യാപിറ്റലിലേക്ക് മാറ്റിവെക്കണം. ഓരോ 100 രൂപയ്ക്ക് 9 രൂപ വെച്ചിട്ടാണ് മാറ്റിവെക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷൻ, അതായത് ഓൾഡ് റൂൾസ്. ഇപ്പോഴത്തെ കണ്ടീഷൻ ആണെങ്കിൽ ഇന്ത്യ പബ്ലിക് സെക്ടർ ബാങ്ക്സ് മസ്റ്റ് മെയിൻറ്റെയിൻ എ CAR ഓഫ് 12%, while Indian scheduled commercial banks are required to maintain CAR ഓഫ് 9%. അതായത് ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്കുകളാണെങ്കിൽ ക്യാപിറ്റൽ അഡിക്വൻസി റേഷ്യോ എന്ന് പറയുന്നത് 12%. ഈ പറയുന്ന പോലെ 100-ല് 12 12% എന്ന് പറയുന്നത് 12% മാറ്റണം. ഇനി ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളാണെങ്കിൽ അത് 9%. Indian public sector banks must maintain a CAR of 12%, while Indian scheduled commercial banks are required to maintain a CAR of 9%. Tier 1 ഇനി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാലോ, എന്താണ് RBI റെഗുലേഷനിലൊക്കെ വരുന്നതാണ്. അപ്പൊ ടയർ 1 അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഷാൾ മെയിൻറ്റെയിൻ ആസ് ദെയർ ടു എ മിനിമം CRAR ഓഫ് 9% ഓഫ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് ഓൺ ഗോയിങ് ബേസിസ്. അതായത് ടയർ 1 അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ, ടയർ 1 ആണെങ്കിൽ 9% ആണ് മാറ്റുന്നത്. അതെന്താണ്, അങ്ങനെയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതി തന്നെ അങ്ങോട്ട് മാറ്റിപ്പോകാം. ടയർ 1 അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് 9% മാറ്റേണ്ടത്. ടയർ 2 to 4 അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, 2 തുടങ്ങി 4 വരെയുള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളാണെങ്കിൽ ഷാൾ മെയിൻറ്റെയിൻ എ മിനിമം CRAR ഓഫ് 12% ഓഫ് RWAs ഓൺ ഗോയിങ് ബേസിസ്. 12%. ടയർ 2 to 4 അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എത്തേണ്ട 12%. ടയർ 1 ആണെങ്കിൽ എന്താണ് 9% ആണെങ്കിൽ, ടയർ 2 ആണെങ്കിൽ എന്താണ് മാറ്റേണ്ടത്, ടയർ 2 ആണെങ്കിൽ 12% ആണ് മാറ്റേണ്ടത്. ഇനി ടയർ 2 തന്നെ അവർ മാറ്റിയിരുന്നത് 9% മാറ്റിയിരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കേസുകളാണെങ്കിൽ അവർക്ക് റിവൈസ് ചെയ്യാൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും 12% ആക്കാൻ പറ്റില്ല. അപ്പൊ അവർക്കൊരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ടയർ 2 ഫോർ വിച്ച് ഡു നോട്ട് കറന്റ്ലി മീറ്റ് റിവൈസ്ഡ് CRAR ഓഫ് 12% ഓഫ് RWAs shall achieve the same in phased manner. Such urban cooperative bank shall achieve the CRAR of at least 10% of by March 31st of 2024, 11% by March 31st of 2025, 12% by March 31st of 2026. അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് 23 മാർച്ച് 31 വരെ 9% വെച്ചിട്ട് അവർ കൊണ്ടുവരുന്നത്. എങ്ങനെ ടയർ 2 ഇതിലും വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് മാറ്റി വെച്ചിരുന്നത് എന്താണ്, എന്തിലേക്ക് വേണ്ടിയിട്ട് ക്യാപിറ്റൽ അഡിക്വൻസി റേഷ്യോയിലേക്ക് മാറ്റി വെച്ചിരുന്നത് 9%. അങ്ങനെയുള്ള ബാങ്കുകളാണെങ്കിൽ ഇപ്പോൾ 2024 മാർച്ച് 31 അവരെന്താണ് 10% മാറ്റാം. 2025 മാർച്ച് 31 അത് 11 ആക്കണം. 2026 മാർച്ച് 31 12 ആക്കണം. അത് കഴിഞ്ഞ് പിന്നുള്ള എല്ലാ വർഷങ്ങളും 12% ആക്കണം. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ അതാണ് പറയുന്നത്. എല്ലാം പഠിച്ചെന്നെ പോകണം കേട്ടോ. ഇനി എന്താണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്നാണ് നോക്കാം. റിസ്ക് വെയ്റ്റഡ് അസറ്റ് കേട്ടോ, റിസ്ക് വെയ്റ്റഡ് അസറ്റ്. റിസ്ക് വെയ്റ്റഡ് അസറ്റ് ആൾസോ റെഫർ ടു ആസ് എ റിസ്ക് ഈസ് എ ബാങ്ക്സ് അസറ്റ്സ് ഓഫ് or off balance sheet exposure weighted according to risk. നമ്മൾ നേരത്തെ ലോസ് അബ്സോർബ് ചെയ്യുന്നത് പഠിച്ചു, സ്ട്രെങ്തനും വീക്ക്നെസ്സും നോക്കുന്നത് പഠിച്ചു. ഇനി നമുക്ക് റിസ്കിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നതാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്നാണ്. റിസ്കിന് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത്. റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ള എന്തൊക്കെ റിസ്കുകളുണ്ട് അതിനനുസരിച്ച് തരംതിരിക്കുന്നതാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ്. This sort of asset calculation is used in determining the capital requirement or capital adequacy ratio for financial institution. This sort of asset calculation is used in determining the capital requirement or capital adequacy ratio for a financial institution. ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് അത് സോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ക്യാപിറ്റൽ അഡിക്വൻസി റേഷ്യോ അനുസരിച്ച് തന്നെയാണ്. അത് എങ്ങനെയാണ് ആ റിസ്കിനെ, ഈ റേഷ്യോ അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ റിസ്കിലേക്ക് മാറ്റി വെക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ ലോസിലേക്ക് എങ്ങനെയാണ് മാറ്റി വെക്കുന്നത് നോക്കി റിസ്ക് വരുമ്പോൾ ആ റിസ്ക് സെക്യൂരിറ്റി റിസ്ക് അനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ റിസ്ക് അനുസരിച്ച് അതിന് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോ റിസ്ക്, മീഡിയം റിസ്ക് ആൻഡ് ഹൈ റിസ്ക്. ലോ റിസ്ക്, മീഡിയം റിസ്ക് ആൻഡ് ഹൈ റിസ്ക് എന്ന 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
ലോ റിസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആവാം, അതുപോലെ തന്നെ ബാങ്കിലൊക്കെ നമ്മൾ നിക്ഷേപിച്ചതാവാം, അതുപോലെ നമ്മളെ കയ്യിലുള്ള ക്യാഷ് ആവും. ഇതൊന്നും റിസ്ക് ഇല്ല, നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ലോ റിസ്ക് ആണ്. അതിന് നമ്മൾ 0 to 20%, ഇത് ഇൻവെസ്റ്റ്മെന്റിലാണ് പറയുന്നത്. 0 to 20% ആണ് അതില് നമ്മൾ മാറ്റിവെക്കുന്നത്. അതുപോലെ തന്നെ ടേക്ക് കോർപ്പറേറ്റ് ലോൺ, പ്ലഡ്ജ്, മോർട്ട്ഗേജ്, അതായത് കോർപ്പറേറ്റിൽ നിന്ന് നമ്മൾ ലോൺ ആയിരിക്കാം, പ്ലഡ്ജ് ആവാം, മോർട്ട്ഗേജ് ലോൺ ആവാം, ഇങ്ങനത്തെ ഏത് ലോണുകളായിക്കോട്ടെ, അത് നമ്മൾ മീഡിയം റിസ്ക് ആണ്. മീഡിയം റിസ്കിന് 50% തുടങ്ങി 100% വരെ, 50% മുതൽ 100% വരെയാണ്. അപ്പൊ എന്താണ് പ്ലഡ്ജ്, മോർട്ട്ഗേജ് ലോൺ, ഇതൊക്കെ മീഡിയം റിസ്ക് ആണ്. അത് 50% to 100%. ഇനി ഹൈ റിസ്ക് ലോൺ ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റിന് ഹൈ റിസ്ക് കാറ്റഗറി ആണെങ്കിൽ അതിൽ എത്രത്തോളമാണ് അതിന്റെ മാറ്റി ഇൻവെസ്റ്റ്മെന്റിലേക്ക് അതിലേക്ക് അങ്ങനെ മാറ്റേണ്ടത് 150% to 200%, 150 to 200%. അപ്പൊ എന്താണ് 3 തരത്തിലുള്ള റിസ്കുകളാണുള്ളത്. അതായത് എന്തൊക്കെയാണ്? ലോ റിസ്ക്, മീഡിയം റിസ്ക് ആൻഡ് ഹൈ റിസ്ക്. ലോ റിസ്ക്, മീഡിയം റിസ്ക് ആൻഡ് ഹൈ റിസ്ക് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ റേറ്റിംഗിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്തത് നോൺ പെർഫോമിംഗ് അസറ്റ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്രാഷ് കോഴ്സിന് ചേരാം. 1 month എന്ന് വെച്ചാൽ നമ്മൾ എക്സാം വരയ്ക്കാണ്. അത് 1 month കൊണ്ട് നമുക്ക് ക്ലാസ് തീർക്കാനുള്ള ഒരു രീതിയിലാണ് നമ്മൾ അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ട്യൂസ്ഡേ ക്ലാസ് തുടങ്ങും. മൺഡേ ഞാൻ അതിന്റെ റെക്കോർഡ് ക്ലാസ് തരും. ട്യൂസ്ഡേ ആയിരിക്കും അതിന്റെ നോട്ട് അനുസരിച്ചുള്ള ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.